9 കോടിയോളം മനുഷ്യരുള്ള 7,83,562 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു രാജ്യത്തിൻ്റെ 2/3 ഭാഗവും പ്രതിഷേധ പന്തകളുമായി തെരുവിലാണ്. പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ റബ്ബർ ബുള്ളറ്റ് മുതൽ പെപ്പർ സ്പ്രേ അടിച്ചിട്ടും 5ാം ദിനവും ശക്തമായി തുടരുന്ന കലാപം. ഒരു മേയർ അറസ്റ്റ് ചെയ്താൽ ഇത്രയൊക്കെ സംഭവിക്കുമോ? സംഭവിക്കുമെന്ന് തെളിയിക്കുകയാണ് തുർക്കി. കാരണം ആ മേയർ 2003 മുതൽ തുർക്കിയുടെ രാഷ്ട്രീയത്തിൽ എതിരാളികളില്ലാതെ വിലസുന്ന തൊയ്യിബ് എർദോഗാൻ എന്ന പ്രസിഡന്റിന്റെ ഒരേ ഒരു ശത്രുവാണ്. തുർക്കി പ്രസിഡന്റ് തൊയ്യിബ് എർദോഗാന്റെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയും ഇസ്താംബുൾ മേയറുമായ എക്രം ഇമാമോഗ്ലു അറസ്റ്റിലായതിനു പിന്നാലെയാണ് തുർക്കിയിൽ വ്യാപക പ്രതിഷേധം ആരംഭിച്ചത്. അഴിമതി, ഭീകര സംഘടനകളുമായുള്ള ബന്ധം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇമാമോഗ്ലുവിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് പ്രക്ഷോഭകർ പറയുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശം രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് തുർക്കി ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 10,000-കണക്കിന് മനുഷ്യരാണ് പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ 2/3 ഭാഗത്തിലധികം പ്രതിഷേധങ്ങളും റാലികളും നടന്നതായി ഫ്രഞ്ച് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാമോഗ്ലുവിന് പുറമെ നിരവധി രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകരും വ്യവസായികളും ഉൾപ്പെടെ 100-ലധികം പേർ രാജ്യത്ത് അറസ്റ്റിലായിട്ടുണ്ട്. ഇവർക്ക് പുറമെ കലാപത്തിനായി തെരുവിലിറങ്ങിയ 1000-ലേറെ പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ചു. ചില പ്രതിഷേധക്കാർക്ക് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നിട്ടും പ്രക്ഷോഭത്തെ അടക്കാൻ എർദോഗാന്റെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി CHP അംഗമാണ് എർദോഗാൻ ജയിലിലടച്ച 54-കാരനായ എക്രം ഇമാമോഗ്ലു. 2019 മുതൽ ഇസ്താംബുളിൻ്റെ മേയറായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. 2019-2024 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലെ അദ്ദേഹത്തിൻ്റെ വിജയം 25 വർഷമായി ഇസ്താംബുളിനെ നിയന്ത്രിച്ചിരുന്ന പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാന്റെ ഭരണകക്ഷിയായ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടിക്ക് അഥവാ AKPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. എർദോഗാനെതിരായ ഒരു പ്രധാന രാഷ്ട്രീയ എതിരാളിയായി ഇമാമോഗ്ലു കണക്കാക്കപ്പെടുന്നുണ്ട്. 2028 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CHPയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പരക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതായത് എർദോഗാൻ ജയിലിൽ അടച്ചിരിക്കുന്നത് തൻ്റെ രാഷ്ട്രീയ അന്ത്യത്തിന് തന്നെ കാരണമായേക്കാവുന്ന ഒരു വ്യക്തിയെ കൂടിയാണ്. മാർച്ച് 19 അഴിമതി, കൈക്കൂലി, നിരോധിത രാഷ്ട്രീയ ഗ്രൂപ്പുമായുള്ള ബന്ധം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇമാമോഗ്ലുവിനെയും മറ്റ് 100ഓളം പേരെയും അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് ഒരു ദിവസം മുമ്പ് ഇസ്താംബുൾ സർവകലാശാലയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ബിരുദം റദ്ദാക്കപ്പെട്ടിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ശ്രമമാണിതെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അവകാശപ്പെടുന്നു. കൈക്കൂലി ഉൾപ്പെടെയുള്ള മറ്റു കുറ്റങ്ങൾക്ക് പുറമെ തുർക്കി, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നിവ തീവ്രവാദ സംഘടനയായി കണക്കാക്കപ്പെടുന്ന കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയെ സഹായിച്ചതിനും ഇമാമോഗ്ലുവിനെതിരെ തുടക്കത്തിൽ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ അഴിമതി ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ തടങ്കൽ തുടരുമെന്ന് വിധിച്ചുകൊണ്ട് കോടതി പിന്നീട് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ഒഴിവാക്കുകയായിരുന്നു. അതേസമയം ഇമാമോഗ്ലു എല്ലാ ആരോപണങ്ങളെയും നിഷേധിച്ചിട്ടുണ്ട്. അവയെ സങ്കല്പിക്കാനാവാത്ത അപവാദങ്ങൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇമാമോഗ്ലുവിൻ്റെ അറസ്റ്റിന് തൊട്ടുപിന്നാലെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ ഇസ്താംബുൾ സർവകലാശാലയിൽ ഒത്തുകൂടി. പ്രകടനങ്ങൾ മറ്റു നഗരങ്ങളിലെ കൂടി വ്യാപിപ്പിച്ചപ്പോൾ ഒരു ദശാബ്ദത്തിനിടെ തുർക്കിയിലെ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധമായി അവ വളർന്നു. പൊതുയോഗങ്ങൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് വകവെക്കാതെ മാർച്ച് 23 രാജ്യമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയതോടെ പ്രതിഷേധം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി. ജനാധിപത്യത്തിനും വിയോജിപ്പിനുമെതിരായ വ്യാപകമായ അടിച്ചമർത്തലിൻ്റെ ഭാഗമായാണ് ഇമാമോഗ്ലുവിൻ്റെ അറസ്റ്റിനെ പ്രതിഷേധക്കാർ കാണുന്നത്. അറസ്റ്റിനപ്പുറം എർദോഗാന്റെ കീഴിൽ തുർക്കിയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ തകർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പൗരന്മാരുടെ നിരാശയാണ് പ്രതിഷേധങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക പോരാട്ടങ്ങൾ, പത്രസ്വാതന്ത്ര്യം എന്നിവയെല്ലാം പ്രതിഷേധങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്രയും വലിയ പ്രക്ഷോഭമുണ്ടായിട്ടും രാജ്യത്തെ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാൻ പോലും ഭയപ്പെടുകയോ മടിക്കുകയോ ചെയ്യുന്നുണ്ട്. പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത സർക്കാർ അനുകൂല മാധ്യമങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് പ്രക്ഷോഭകാരികൾ പറയുന്നു. സോഷ്യൽ മീഡിയയിലേക്കുള്ള ആക്സസും അധികൃതർ നിയന്ത്രിച്ചിട്ടുണ്ട്. എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും അക്കൗണ്ടുകൾ ഉൾപ്പെടെ 700-ലധികം അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്യാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇമാമോഗ്ലുവിനെ നിലവിൽ ഇസ്താംബുളിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള സിലിവ്രി ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇമാമോഗ്ലുവിനെ മേയർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തതായി തുർക്കി ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വിചാരണ ആരംഭിക്കുന്നതുവരെ ഇമാമോഗ്ലുവിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇതിനിടെ പ്രതിഷേധങ്ങളെ തെരുവ് ഭീകരത എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞ പ്രസിഡന്റ് എർദോഗാൻ
ക്രമസമാധാനം നിലനിർത്തുമെന്ന് പ്രതിജ്ഞയെടുത്തു. നശീകരണ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ ഗ്രൂപ്പുകൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതേസമയം ഇമാമോഗ്ലുവിൻ്റെ അറസ്റ്റ് തുർക്കിയിലെ ജനാധിപത്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2003 മുതൽ അധികാരത്തിലിരിക്കുന്ന എർദോഗാൻ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് CHP അവകാശപ്പെടുന്നു. നിലവിലെ തുർക്കി ഭരണഘടന പ്രകാരം 2028 തെരഞ്ഞെടുപ്പിൽ വീണ്ടും എർദോഗാനെ മത്സരിക്കാൻ അനുവാദമില്ല. എന്നാൽ അധികാരത്തിൽ തുടരാൻ അദ്ദേഹം നിയമം ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചേക്കാമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ വിശ്വസിക്കുന്നു. അതിനാൽ വരും കാലം തുർക്കിയുടെ രാഷ്ട്രീയം ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറും.